എന്താ പറയാ നമുക്ക് എന്ത് പറയാനും വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളത്. പാട്ട് സീനെ തിയേറ്റർ കൂലിംഗ് മിക്സ് പൂനെന്ന് വന്നതാണ് ഈ റീ റിലീസിന് വേണ്ടിയിട്ട്. ഇനി വിന്റേജ് കണ്ടില്ലേലും ലാലേട്ടന്റെ ഒരു കമ്പാക്ക് ഉടനെ കാണണം. വേറെ ലെവൽ എക്സ്പീരിയൻസ്, ഒന്നും പറയാനില്ല. ഗുഡ് മൂവി, നമുക്ക് വീണ്ടും കാണാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യം. ആൻഡ് ദ ബെസ്റ്റ് തിങ് വാസ് നമുക്ക് ആ ഒരു വിന്റേജ് ലാലേട്ടനെ വീണ്ടും കാണാൻ പറ്റി. ആ ഒരു ശോഭനൻ ചേച്ചിയുടെ ആ ഒരു പെർഫോമൻസ് ഓൺ സ്ക്രീൻ വെൽ മെയ്ഡ്. തിയേറ്ററിൽ അത് അന്ന് ഇറങ്ങിയാണ്, അന്ന് നമ്മളൊന്നും ജനിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഒരുപാട് തവണ നമ്മൾ കണ്ട പടമാണ്, ഒരുപാട് തവണ ഇത് ടി വിയിലും കണ്ട പടമാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് ആ തിയേറ്ററിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു പുതുമയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു മാസ്റ്റർ പീസ് ക്ലാസ്സിൽ പടമായിട്ട് വിട്ടേക്കുന്നത്. വേറെ ഒന്നും പറയാനില്ല. 31 വർഷത്തിന് ശേഷം കാണുന്നതാണ്. വീണ്ടും തിയേറ്ററിൽ ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര രസം. ഓരോ പാട്ട് സീനെ തിയേറ്റർ കൂലിംഗ് മിക്സിംഗ് ഉണ്ട്. നല്ല രീതിയിൽ സൗണ്ട് മിക്സിംഗ്, അവർ എഫക്റ്റൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഡയലോഗൊക്കെ നമുക്ക് കാണാപ്പാടമാണ്. ആദ്യം മുതലേ എല്ലാ ഡയലോഗും അറിയാം. അടിപൊളി, ഒരു പുതുമ തോന്നുന്നു. സത്യം പറഞ്ഞാൽ ആദ്യം കണ്ട ഒരു ഫീൽ ഉണ്ട്. അടിപൊളി. ആസ് യൂഷ്വൽ ദേവദൂതൻ കണ്ട പോലെ തന്നെ നല്ല രോമാഞ്ചം, ആ ഒരു ഫീൽ തന്നെയായിരുന്നു. പറയാനില്ല, എന്താ പറയാ നമുക്ക് എന്ത് പറയാനും വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളത്. എല്ലാ ഫിലിംസും നമ്മൾ റിലീസ് ചെയ്യുന്നത് നമുക്കൊന്നും പറയാൻ അർഹരല്ല സത്യം പറഞ്ഞാൽ, റിവ്യൂസ് പറയാനൊന്നും. ഓൾമോസ്റ്റ് എല്ലാം അടിപൊളിയായിരുന്നു. വിഷ്വലായാലും സോങ് ആയാലും എല്ലാം പൊളിയായിരുന്നു. അടിപൊളി ഫ്രഷ് ഫീൽ ആയിരുന്നു വീണ്ടും. അതെ, അടിപൊളിയായിരുന്നു. സൂപ്പർ ഗൂസ് ബംസ് ഉണ്ടായിരുന്നു. എല്ലാ തവണത്തെയും പോലെ നമ്മളിതിന് മുന്നേ ഇതൊരു 4 മണിക്കൂർ ക്യൂ നിന്ന് ഒരു ഷോ കണ്ടിരുന്നു. വീണ്ടും 4Kയിൽ ഇത്രയും ക്വാളിറ്റിയോടുകൂടെ ഈ സൗണ്ടൊക്കെ വരുമ്പോഴത്തേക്കും ടൈംലെസ് ക്ലാസിക് അത് തന്നെ. ആക്ച്വലി എണ്ണം ആയപ്പോൾ എനിക്ക് സത്യമായിട്ട് കണ്ണ് നിറഞ്ഞു. കുറേ ലെജൻഡറി ആക്ടേഴ്സിനെ നമുക്ക് തിരിച്ച് കാണാൻ കിട്ടി. ആൻഡ് ഞാൻ ആക്ച്വലി പൂനെന്ന് വന്നതാണ് ഈ റീ റിലീസിന് വേണ്ടിയിട്ട്. ബിക്കോസ് അവിടെ നോർത്ത് ഇന്ത്യയിൽ റിലീസ് ഉണ്ടോ ഇല്ലയോ അതറിയത്തില്ല. ഇപ്പോഴും ബോളിവുഡ് ആക്ച്വലി പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഉണ്ടാക്കിയിട്ട് ഇതുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇതുവരെ. സോ എന്തുമാത്രം പൊട്ടൻഷ്യൽ ഈ ഒരു സ്ക്രിപ്റ്റിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും കൂടെ ചേർന്നൊരു മാസ്റ്റർ പീസ് എൻഡാകുമ്പോൾ നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയിപ്പോവും. പിന്നെ നമ്മൾ വിസിലും അതൊന്നും നമുക്ക് അത് ഓർമ്മ വരത്തില്ല. അത്രമാത്രം ഇൻവോൾവ് ആയിപ്പോവും. തിയേറ്റർ എക്സ്പീരിയൻസ് ഇത്രയും വർഷങ്ങൾ മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയായിട്ട് കൂടി അതിൻ്റെ എക്സ്പീരിയൻസ് കുറയാതെ തന്നെ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അത് അന്നത്തെ കാലത്തെ ടെക്നിക്കൽ ബ്രില്യൻസ് ആണ് ഫാസിൽ സാറിൻ്റെ ടീമിൻ്റെ. അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഭാഗ്യമാണ്. അത്ര അടിപൊളിയായിരുന്നു. കാരണം മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് മൂവിയാണ് മണിച്ചിത്രത്താഴ്. അന്നും ഇന്നും എന്നും. കാരണം ഞാൻ ജനിക്കുന്നതിനും 1 വർഷം മുന്നേ ഇറങ്ങിയ പടമാണ്. തിയേറ്ററിൽ കണ്ടിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൽ വന്നതാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി വട്ടം സിനിമ നമ്മൾ ടി വിയിലെല്ലാം കണ്ടിട്ടുള്ള പടമാണ്. പക്ഷേ ഇപ്പോൾ കണ്ടപ്പോഴൊരു ഫ്രഷ് ഫീലായിരുന്നു.